നമസ്കാരം ഗൈസ്, രേഖാചിത്രം. ഓഫ് എന്റെ പൊന്നെ, ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു അടിപൊളി പടം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പടം കണ്ടിറങ്ങിയപ്പോഴത്തേനും ഒരു ത്രില്ലർ സിനിമ കണ്ടിറങ്ങിയ ഒരു ഫീലും, അതോടൊപ്പം തന്നെ ഒരു ഫീൽ ഗുഡ് വൈബ് സിനിമ കണ്ടിറങ്ങിയ ആ ഒരു മനസ്സിന്റെ നിറവോടും കൂടിയാണ് ഇന്നലെ തിയേറ്ററിൽ നിന്ന് ഈ പടം കണ്ടിറങ്ങിയത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പടം തുടങ്ങുന്നതും മുമ്പോട്ട് പോകുന്നതും എല്ലാം ഒരു ത്രില്ലർ സിനിമയായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം അത്ര ത്രില്ലിംഗ് ആണോന്ന് ചോദിച്ചാൽ നമുക്ക് സംഭവങ്ങളൊക്കെ ഓൾറെഡി അറിയാം. കാര്യം ഫസ്റ്റ് ലൈൻ റിവീൽ ചെയ്യുന്നുണ്ട്, ആരാണ് ചെയ്ത കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നുണ്ട്. എന്നാലും അതിലേക്ക് എത്തപ്പെടുന്ന ആ ഒരു രീതി ശരിക്കും ത്രില്ലിംഗ് തന്നെയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ആ ഒരു ആരാ ചെയ്തെന്ന് അറിഞ്ഞുകൊണ്ടും ഒരു പ്രേക്ഷകനെ ത്രില്ലടിപ്പിച്ചോടെ മുമ്പോട്ട് പോകാന്ന് പറഞ്ഞ സംഭവം തന്നെ ആ ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റിന്റെ ക്വാളിറ്റി ആയിട്ട് വേണം പറയാൻ. അതുപോലത്തെ സ്ക്രിപ്റ്റിംഗ് ആണ്, അതുപോലത്തെ മേക്കിംഗ് ആണ്. ഒരു സാധാരണ പ്രേക്ഷകൻ ഒരു പോലീസുകാരനോടൊപ്പം സഞ്ചരിച്ച് അയാളുടെ ഇമോഷൻസും അയാളുടെ വികാരങ്ങളോടും അയാളുടെ വിചാരങ്ങളോടും അയാളുടെ മാനസിക സംഘർഷങ്ങളിലൂടെയൊക്കെ നമ്മൾ ഒരു സാധാരണ പ്രേക്ഷകൻ കടന്നു പോകുന്ന രീതിയിലാണ് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റിംഗ് ഉടനെ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവസാനം ആവുമ്പോഴത്തേനും ആ ഒരു ത്രില്ലർ സംഭവങ്ങളൊക്കെ മാറിയിട്ട് പടം ഒരു ഫീൽ ഗുഡ് വൈബിലേക്ക് ട്രാൻസ്ഫോം ആവുന്ന ഒരു സംഭവമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു പടത്തിലും ഞാൻ കണ്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പടത്തെ യൂണീക്ക് ആക്കുന്നതും അതേ ഒരു എലമെന്റ് തന്നെയാണ്. ഒരു ത്രില്ലർ സിനിമ കാണാൻ വേണ്ടി നമ്മൾ പോയിട്ട് ഒരു ഫീൽ ഗുഡ് സിനിമ കണ്ടിറങ്ങുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഓരോ പ്രേക്ഷകന്റെയും മനസ്സിലുണ്ടാവും എന്ന് ഞാൻ 100% ഗ്യാരണ്ടി പറഞ്ഞ സിനിമയാണ് ഈ സിനിമ. മാത്രമല്ല, അതോടൊപ്പം തന്നെ ആദ്യം കാണിക്കുന്ന ചില ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇന്ന ആക്ടർക്ക് ഇന്ന ആൾക്കാരെന്ന് കാണിക്കുന്നത്, അതിൽ ചിലത് മാത്രം സിനിമയുടെ അവസാനമാണ് കാണിക്കുന്നത്. ആ ക്രെഡിറ്റ്സ് ചിറങ്ങുമ്പോൾ ഉള്ള അത് സ്ക്രീനെ കാണുമ്പോൾ ഉള്ള ആ ഒരു പ്രേക്ഷകന്റെ ഒരു മനസ്സിന്റെ നിറവെന്ന് പറഞ്ഞാൽ അൺമാച്ചബിൾ ആണ്. ശരിക്കും നമ്മുടെ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ ഈ സിനിമയിലേക്കും അഭിനയിച്ചിട്ടില്ല. കുറച്ച് AI ടൂൾസ് ഒക്കെ അദ്ദേഹത്തെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അദ്ദേഹം അഭിനയിച്ചിട്ടില്ല. പക്ഷെ എന്നാലും നന്ദി മമ്മൂക്ക എന്ന് അവസാനം എഴുതി കാണിക്കുന്ന ആ സംഭവം കാണുമ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ്ലെസ് ആണ്. ഞാൻ നിങ്ങളോട് ഈ സിനിമ കാണണം, മസ്റ്റായിട്ടും തിയേറ്ററിൽ കാണണം എന്ന് പറയുന്നതിന്റെ ഒരേ ഒരു കാരണവും അത് തന്നെയാണ്. മാത്രമല്ല, ജഗദീഷ് ചേട്ടന്റെ റോള്, അതുപോലെ അങ്ങനെ എല്ലാവരും, കമൽ സാറ്, അങ്ങനെ നമ്മളെ ഒരേ സമയം ത്രില്ലടിപ്പിക്കുകയും ഫീൽ ഗുഡ് വൈബിലേക്ക് കൊണ്ടുവരികയും അതോടൊപ്പം കുറച്ച് നൊസ്റ്റാൾജിക് ആക്കുകയും കൂടിയാണ് ഈ സിനിമ തിയേറ്ററിൽ നടത്തുന്നത്. കാര്യം ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ സിനിമയുടെ കാതോരം ഇന്നലെ ഞാൻ വെറുതെ 2 മണിക്കൂർ സമയം കളഞ്ഞ് കാതോരം വീട്ടിൽ കുത്തിയിരുന്ന് യൂട്യൂബിൽ കണ്ട്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. ആരോ ഇങ്ങനെ പറയുന്നതൊക്കെ ഞാൻ ചുമ്മാ എവിടെയോ വായിച്ചിട്ടാണ് അതിങ്ങനെ കണ്ടത്. പക്ഷെ ഞാനപ്പോൾ ആദ്യമായിട്ട് കാണാം, ഉള്ള കാര്യം പറയാം, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം എന്നാണെങ്കിലും ആ സിനിമ കാണേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞാൽ മതി അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നുള്ള കാര്യം. അപ്പം ആ ഒരു കാതൽ സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളും അതിന്റെ വാർത്തകളോട്ട് സംഭവങ്ങളോട്ടൊക്കെ പോകുന്ന സംഭവങ്ങളൊക്കെ ഏതൊരു പ്രേക്ഷകനും നൊസ്റ്റാൾജിക് ആക്കുകയും കൂടെ ചെയ്തുകൊണ്ടാണ് ഈ സിനിമ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആസിഫ് അലി എന്ന് പറഞ്ഞ നടന്റെ പെർഫോമൻസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിലെ നടൻ എന്ന് പറഞ്ഞ ആസിഫ് അലി എന്ന് പറഞ്ഞ മനുഷ്യനെ നടൻ എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ഇമ്പ്രൂവ് ആയി നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് ഇത്. പിന്നെ എടുത്തു പറഞ്ഞ കഥാപാത്രം മനോജ് കെ ജയൻ. പുള്ളിയുടെ ആ ഒരു വില്ലൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, എന്നാലും പുള്ളിയുടെ ആ ഒരു മാനറിസംസും പുള്ളിയുടെ ലുക്ക് തന്നെ വേറെ ലെവലാണ് ഈ സിനിമയിൽ. ആ ഒരു കഥാപാത്രത്തിന് ചേർന്ന ലുക്കാണ്. പിന്നെ ഇവരുടെ ചെറുപ്പം അവതരിപ്പിക്കുന്ന 2 കഥാപാത്രങ്ങളുണ്ട്, അവരുടെ പേരെനിക്കറിയാൻ മേല. ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ട്. അവരുടെ ആ ഒരു വില്ലനിസവും കറക്റ്റ് ആണ്. ആ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ അനശ്വര രാജൻ, പുള്ളിക്കാരി ആ ഒരു കഥ ഞാൻ പറയുന്നില്ല, ഡീറ്റെയിൽസ് പറയുന്നില്ല, സ്പോയിലറായി പോകും. ആ ഒരു കഥാപാത്രമായിട്ട് നല്ല രീതിയിൽ ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു ഉള്ളു മനസ്സിലേക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അനശ്വര എന്ന് പറഞ്ഞ ഈ ഒരു നടി ഇനിയും ഉയരങ്ങളിലേക്ക് വരും എന്ന് ഈ പടം കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ക്ലിയർ കട്ടായിട്ട് തോന്നിയൊരു കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ പടത്തിന്റെ മേക്കിംഗ് ആണ്. മേക്കിംഗ് എന്ന് പറയുമ്പോഴത്തേനും വലിയ BGM സംഭവങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ BGM സംഭവങ്ങളും നമ്മൾ തിയേറ്ററിൽ തന്നെ, നല്ല ക്വാളിറ്റി ഉള്ള 4K ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. വലിയ ഹാഷ് പൂഷ് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. നോർമലായിട്ടൊരു BGM, നോർമലായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ആ ഒരു BGMിനൊക്കെ ഇപ്പൊ 5ാം പാതിര എന്നുള്ള സിനിമ BGM കൊണ്ട് ഒരുപാട് തിയേറ്ററിൽ ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് സിനിമ എനിക്ക്. അപ്പൊ അതുപോലെ തന്നെ ഈ പടത്തിന്റെ BGM സംഭവങ്ങളും എല്ലാം ആ രീതിയിലാണ്. അങ്ങനെ നമ്മളെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്ന തന്നെ ഈ BGMs ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതോളം തന്നെ ഇതിനകത്ത് പാട്ടുകളൊന്നുമില്ല, അതുപോലെ ഫൈറ്റ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു ഫൈറ്റ് ചെറുതായിട്ടുണ്ട് കേട്ടോ, എന്നാലും നല്ല ഫൈറ്റാണത്. പിന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ സിദ്ദിഖിന്റെ പെർഫോമൻസ്. അദ്ദേഹം ആ ഒരു കുറച്ച് നേരം ഉള്ളൂ, എന്നാലും ആ ഒരു സംഭവം സിനിമയുടെ മെയിൻ കഥാപാത്രം പുള്ളിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ
മൊത്തത്തിലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞാൻ ഇനി എന്തെങ്കിലും ഇതിനെ സിനിമയെ പറ്റി പറയുവാണെങ്കിൽ സ്പോയിലറായി പോകും. എന്താണെങ്കിലും ടൊവിനോട് ഐഡന്റിറ്റി ഞാൻ കഴിഞ്ഞ വീക്കെൻഡ് കണ്ട സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ രാത്രിയിൽ ഉറക്കവും പോയി, 175 രൂപയും പോയി, ഡീസലിന്റെ കാശും പോയി, അങ്ങനെ മൊത്തത്തിൽ 3G ആയി എന്ന് വേണം പറയാൻ. പക്ഷെ ഈ പടം കണ്ടേച്ച് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഈ പടം കാണുന്ന എല്ലാ പ്രേക്ഷകരും അങ്ങനെ തന്നെ തിയേറ്ററിൽ ഇറങ്ങുമെന്ന് ഞാൻ 100% ഗ്യാരണ്ടി ആയിരുന്നു. നിങ്ങൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ കാണുക. തിയേറ്ററിൽ കണ്ടിട്ട് അർഹിക്കുന്ന വിജയം ഉറപ്പായിട്ടും ആ പടത്തിന് കൊടുക്കുക. പിന്നെ ആസിഫ് അലി എന്ന് പറഞ്ഞ നടൻ, അദ്ദേഹത്തിന് വീണ്ടും ആശംസകൾ ഞാൻ നേരുന്നു. ഇതുപോലെ സിനിമകളൊക്കെ വീണ്ടും ചെയ്യുക. കിഷ്കിന്ദ കാരണം ഇപ്പം ഇതായി, ഇനിയും അടുത്ത എന്ത് വരുന്ന എനിക്കറിയില്ല. എന്നാലും നിങ്ങൾ പൊളിയാണ് ബായി എന്നൊക്കെ പറയാം. അപ്പം എന്താണെങ്കിലും നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ കാണുക. അർഹിച്ച വിജയം സിനിമയ്ക്ക് കൊടുക്കുക. OTT കണ്ടാലും എത്രത്തോളം ഫീൽ വരുന്നത് എനിക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇന്നലെ ആസ് എ സാധാരണ പ്രേക്ഷകൻ ഞാൻ ത്രില്ലടിച്ചു. എനിക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായി. അതുപോലെ ഞാൻ ഒരു ഫീൽ ഗുഡ് പടം കണ്ടിറങ്ങിയ മനസ്സിന്റെ നിറവോടെയാണ് തിയേറ്ററിൽ ഇറങ്ങിയത്. അപ്പം ഇതാണ് എനിക്ക് ഈ പടത്തെ പറ്റി പറയാനുള്ള ജെന്യുവനായ എൻ്റെ റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സിനിമയ്ക്ക് അർഹിച്ച വിജയം കൊടുക്കുന്ന പോലെ എന്നെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം SB സൈനിങ് ഓഫ്.